പിന്നെ മലയാളിക്കടയിൽ പോകാനുമാണ് ഇന്ന് പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വീക്കെൻഡായിട്ട് ഷോപ്പിങ്ങിനും മറ്റുമായി ഇറങ്ങിയതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നല്ല കാറ്റും തണുപ്പും ഒക്കെ ആയിരുന്നു. -ഡിഗ്രി വരെ പോയി, മഞ്ഞും വീണു. ഇപ്പോൾ ടെമ്പറേച്ചർ വീണ്ടും കൂടി. ഇന്ന് നല്ല സണ്ണി വെതറും ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്നതിൻ്റെ കൂടെ എവിടെയെങ്കിലും ചുമ്മാ ഔട്ടിങ്ങിനും കൂടെ ഇറങ്ങാമെന്ന് കരുതി. അങ്ങനെ ഇരുന്നപ്പോൾ ഏറ്റവും അടുത്തുള്ളത് അരയന്നങ്ങളും താറാവുകളും എല്ലാം ഉള്ള ഒരു ലേക്കാണ്. അത് ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് അധികം ദൂരമില്ല, സോട്ട്സിൽ പോകുന്ന വഴിക്കാണ്. സോട്ട്സ് എന്ന് പറയുന്നത് ഡബ്ലിൻ എയർപോർട്ടിനടുത്തുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഷോപ്പിങ്ങിനും മറ്റുമായി ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോകുന്നത് സോട്ട്സിലേക്കാണ്. അവിടെയുള്ള ഒരു ലേക്കാണ് ഇന്ന് ഞങ്ങൾ പോയത്. പോകുമ്പോൾ കുട്ടികൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അരയന്നങ്ങളെ കാണാം, താറാവിനെ കാണാം എന്നൊക്കെ പറഞ്ഞ് വണ്ടിക്കകത്തിരുന്ന് ഭയങ്കര ബഹളമായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കഥ മാറി. അരയന്നത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് പേടിയായി. കാരണം അവിടെ കുറേ പേർ കൂടി നിന്ന് അരയന്നങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു. അവരുടെ അത്രയും സൈസ് ഉണ്ടായിരുന്നു ഓരോ അരയന്നത്തിനും. അത് കണ്ടപ്പോൾ അവർക്ക് നല്ല പേടിയായി. ആരും ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ലായിരുന്നു. അവസാനം ഏട്ടൻ കുറേ തവണ നിർബന്ധിച്ചിട്ടാണ് ജസ്റ്റ് പുറത്തേക്കെങ്കിലും അവർ വണ്ടിയുടെ പുറത്തേക്കെങ്കിലും ഒന്ന് ഇറങ്ങിയത്. ഞങ്ങളുടെ ഈ ഏരിയയിൽ താമസിക്കുന്ന ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഒരു ദിവസത്തെ ഒരു ചെറിയ ഔട്ടിങ്ങിനായി പോകുന്ന ഒരു സ്ഥലമാണ് ഈ സോട്ട്സിനടുത്തുള്ള ഈസ്ട്രി. കണ്ടോ, പമ്മി ഇരിക്കുന്നത് കണ്ടോ? എത്ര നിർബന്ധിച്ചിട്ടും പുറത്തേക്ക് വരാൻ 3 പേരും കൂട്ടാക്കുന്നില്ല. പേടിയാണ് മെയിൻ കാരണം. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഈ താറാവുകളും അരയന്നങ്ങളും ഒന്നും മിച്ചമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ എല്ലാത്തിനും കറക്റ്റ് കണക്കുകളുണ്ട്. ഒന്നിനെയും ആർക്കും പിടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ഏട്ടൻ ഓരോ താറാവിനെയും കൊതിയോടെ നോക്കുന്നുണ്ടായിരുന്നു. ഒരെണ്ണത്തിനെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി കറി വെച്ചാലോ എന്ന് എന്നോട് പറഞ്ഞു. പക്ഷേ പോലീസ് പുറകെ വരുമെന്ന് പറഞ്ഞ് ഞാൻ പേടിപ്പിച്ചത് കാരണം പിന്നൊന്നും പറഞ്ഞില്ല. അവിടെ ഒരു കൊച്ചുകുട്ടി നിന്ന് അതിന് തീറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞ് മാക്സിമം ഞങ്ങൾ പിള്ളേരെ പുറത്തേക്ക് ഇറക്കാൻ ശ്രമിച്ചെങ്കിലും അവരതൊന്നും ചെവിക്കൊണ്ടില്ല. അവസാനം കണ്ണനും നമ്രവും പുറത്തിറങ്ങി. പക്ഷേ അരയന്നം അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ചോടുമെന്നുള്ള ഒറ്റ ഉറപ്പിന്മേലാണ് അവർ പുറത്തിറങ്ങിയത്. അപ്പോഴേക്കും അവർ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും അരയന്നം അവരുടെ അടുത്തേക്ക് വന്നു. തോമസ് കുട്ടി വിട്ടോടാന്ന് പറഞ്ഞ് കണ്ണൻ ഓടുന്നത് കണ്ടില്ലേ? അരയന്നങ്ങൾ പയ്യെ അങ്ങോട്ടേക്ക് തുഴഞ്ഞു വരുന്നതിനാണ് അത്രയും സ്പീഡിൽ അവൻ ഓടിയത്. എത്ര ഭംഗിയാണല്ലേ ഈ അരയന്നങ്ങളെ കാണാൻ. അവരൊരു ശാന്തപ്രിയരാണ്. നമ്മളെ അങ്ങനെ ഉപദ്രവിക്കുകയൊന്നുമില്ല. പക്ഷേ കാണുമ്പോൾ നമുക്ക് എന്തായാലും പേടി വരും. കണ്ണൻ ഓടുന്നത് കണ്ടില്ലേ? ഇന്ന് തണുപ്പ് കുറവായിരുന്നത് കൊണ്ടും കാറ്റും വളരെ കുറവായിരുന്നത് കൊണ്ട് കുറച്ചു നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റി. പിള്ളേർ അത്ര എൻജോയ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ വണ്ടിക്കകത്തിരുന്ന് ഞാൻ നന്നായി എൻജോയ് ചെയ്തു. അവസാനം നക്ഷത്രം ഇറങ്ങി വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു
അപ്പോഴേക്കും ഒരരേൻ്റെ നേരെ കയറി വന്നു. അതേപോലെ തന്നെ നക്ഷത്രം തിരിച്ചു കയറിപ്പോയി. കണ്ടില്ലേ, ആശാൻ അവിടെ വലിയൊരു ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടാക്കി അങ്ങനെ നിൽക്കുകയാണ്. അവനൊന്ന് പോയാൽ മാത്രമേ ആ ഡ്രൈവർക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റൂ. ആ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ അപ്പുറത്തെ കരയിലേക്ക് പോയി. അവിടെ അത്രയും അരയന്നങ്ങളും താറാവുകളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് അവിടെ ഇറങ്ങാൻ അത്ര പേടിയില്ലായിരുന്നു. അവരവിടെ റീൽസ് എടുക്കുകയും ഡാൻസ് കളിക്കുകയും ഓടിച്ചാടി നടക്കുകയായിരുന്നു. അവനെ കാണാവോ എന്ന് ചോദിക്കുന്നത് പുള്ളിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നതും ഒന്നും അത്ര താല്പര്യമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് കേട്ടോ. അവിടെ ബേബിക്കുട്ടനാണ് ഈ ഒച്ചയുണ്ടാക്കുന്നത്. ഇവർ ട്രിപ്ലെറ്റ്സ് ആണെങ്കിലും 3 പേർക്കും 3 സ്വഭാവമാണ്. കണ്ണനാണെങ്കിൽ ഭയങ്കര ക്യാമറ ഷൈ ആണ്. അതുകൊണ്ട് കൂടുതലും വീഡിയോകളിലും ഫോട്ടോസിലും എല്ലാം നച്ചുവും നമ്രുവുമാണ് ഉള്ളത്. കണ്ണൻ്റെ ഫോട്ടോസ് കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ്. എത്ര നിർബന്ധിച്ചാലാണെന്നറിയാമോ ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ ആളറിയുന്നില്ല ഏട്ടൻ വീഡിയോ എടുക്കുന്നത്. അറിഞ്ഞാൽ അവൻ ഞങ്ങളെ കൊല്ലും. ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ സോട്സിലുള്ള പവലിയൻസ് ഷോപ്പിംഗ് സെൻ്ററാണ്. ഞങ്ങളുടെ വീടിനടുത്ത് നിന്ന് ഷോപ്പിങ്ങിന് വരാൻ ഏറ്റവും അടുത്തുള്ളത് ഈ ഷോപ്പിംഗ് സെൻ്ററാണ്. ഏട്ടൻ പറയുന്നത് എൻ്റെ കുടുംബ വീടാണതെന്നാണ്. കാരണം മാസത്തിലൊരു 2 തവണയെങ്കിലും അവിടെ പോയില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും ഇല്ലെന്നാണ് ഏട്ടൻ പറയുന്നത്. അത് സത്യമാണ് കേട്ടോ. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് ഷോപ്പിങ്ങിനൊക്കെ പോകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ 2 പേരും ഓപ്പോസിറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് 2 പേർ കൂടി കുട്ടികളുമായി പുറത്തു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കുഞ്ഞുണ്ടായി കഴിഞ്ഞ് ഞാൻ മറ്റേണിറ്റി ലീവിലായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കറക്കമൊക്കെ ഞങ്ങൾക്ക് പറ്റുന്നത്. 1 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ജോലിക്ക് കയറും. അപ്പോൾ പിന്നെ ഈ കറക്കമൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ താമസിക്കുന്ന ഡ്രഷ് എന്ന സ്ഥലത്തു നിന്നും ബസ്സിൽ ഇവിടേക്ക് ഒരു അരമണിക്കൂറേ ഉള്ളൂ. സാധാരണ ഞാനും കുട്ടികളും ബസ്സിലാണ് ഷോപ്പിങ്ങിന് വരാറ്. കുഞ്ഞുണ്ടായതിൽ പിന്നെ ഏട്ടൻ്റെ കൂടെയാണ് വരുന്നത്. അപ്പൊ ഞങ്ങളാണെങ്കിൽ ഇപ്പൊ പോകും.
ട്രെയിനിൽ കയറാനാണ് 4 പേരും കൂടി വട്ടം കൂടി നിൽക്കുന്നത്. പൈസ ക്യാഷായി കൊടുത്താൽ മാത്രമേ അതിൽ കയറാൻ പറ്റൂ. അതിനുവേണ്ടി ATM തപ്പി നടക്കുകയാണ് അച്ഛനും മക്കളും കൂടി. ഞാൻ അവിടെ ബിസി ഷോപ്പിംഗ് ആയതുകൊണ്ട് ഇതിലൊന്നും ഞാൻ ഇടപെട്ടില്ല. UK വളരെ ഫേമസ് ആയിട്ടുള്ള സ്ട്രോബെറി ചോക്ലേറ്റ് സിറപ്പിൽ ഒഴിച്ച് കിട്ടുന്ന എന്തോ ഒരു ഡെസേർട്ട് ഇല്ലേ, അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഇവിടെയും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവസാനം അച്ഛനും മക്കളും കൂടി ATM കണ്ടുപിടിച്ചു. വീക്കെൻഡ്സിൽ മാത്രമാണ് ഈ ടോയ് ട്രെയിൻ ഇവിടെ ഉള്ളത്. എപ്പോൾ ഇവിടെ വന്നാലും എന്നോട് പറയും ഇതേ കയറ്റണമെന്ന്. പക്ഷേ 1-2 തവണ മാത്രമേ ഞാൻ കയറ്റിയിട്ടുള്ളൂ. അച്ഛൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ കാര്യം നടക്കുമെന്ന് ഇവർക്ക് നന്നായി അറിയാം. ബേബിക്കുട്ടൻ ചേച്ചിമാരുടെ കൂടെ ഇരിക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു. അവൻ ആദ്യമായിട്ടാണ് അവരുടെ കൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ടോയ് ട്രെയിനിലൊക്കെ കയറുന്നത്. വീക്കെൻഡ് ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. വീക്ക് ഡേയ്സിൽ അത്ര തിരക്കില്ല. അപ്പോൾ ഷോപ്പിങ്ങിന് വരാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ നിങ്ങളൊരു മാജിക് ട്രിക്ക് കാണിക്കാം. ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഫേവററ്റ് ഡ്രിങ്കാണ് ഇവിടെയുള്ള ബബിൾ ടീ. ബബിൾ ടീ അത്ര ഇഷ്ടമല്ലെങ്കിലും കൂടുതലും ഞങ്ങൾ വാങ്ങാറ് ഫ്രാപ്പുച്ചീനോ എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ മിൽക്ക് ഷേക്കിൻ്റെ ഒരു വെറൈറ്റിയാണ്. അതിൻ്റെ കൂടെ കിട്ടുന്ന ബബിൾസാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം. നമ്മുടെ നാട്ടിലെ കപ്പ കൊണ്ടുണ്ടാക്കുന്നതാണ് ഈ ബബിൾസ്. പക്ഷേ ചവയ്ക്കുമ്പോൾ ചൂയിങ്ങം പോലെ ഇരിക്കും, എന്നാലും നല്ലതാണ്. മധുരമില്ലല്ലോ. ഇവരുള്ളത് കൊണ്ടാണ് കേട്ടോ എനിക്ക് ഈ ടൈമൊക്കെ ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അവർ കുഞ്ഞിൻ്റെ കാര്യം നോക്കിക്കോളും. ഞാൻ പാല് കൊടുത്ത് അവരെ ഏൽപ്പിച്ചാൽ മതി.
പാമ്പർ മാറ്റാനും ഡ്രസ്സ് മാറ്റാനും എല്ലാം 3 പേരും മുന്നിലുണ്ട്. അതുകൊണ്ട് എനിക്കത്ര ബുദ്ധിമുട്ട് തോന്നുന്നില്ല. കുഞ്ഞാവെ ഒരു പാവമായതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ ഷോപ്പിങ്ങൊക്കെ പറ്റുന്നത്. അവനങ്ങനെ ബഹളമൊന്നും വെക്കാറില്ല, അടങ്ങിയിരിക്കും. ചേച്ചിമാരുടെ കൂടെയും ചേട്ടൻ്റെ കൂടെയും ഇരിക്കുമ്പോൾ അവനും ഹാപ്പിയാണ്. ഇനി ഞങ്ങളുടെ ഫേവറേറ്റ് പാർട്ടാണ് ഫുഡ് ടൈം. എല്ലാവരും നടന്ന് മടുത്തു. ഇനി എന്തെങ്കിലും കഴിച്ചാൽ മതിയെന്നായി. ഞങ്ങൾ സോട്ട്സിൽ പവലിയൻസിൽ വരുമ്പോൾ കൂടുതലും ഫുഡ് കഴിക്കാറ് ആബ്ര കബാബ്ര എന്ന ഈ ഷോപ്പിൽ നിന്നാണ്. ഇവിടെ നമ്മുടെ നാടുമായിട്ട് സാമ്യമുള്ള കുറച്ച് സ്പൈസിയൊക്കെ ആയിട്ടുള്ള ചിക്കൻ കിട്ടും. അതുകൊണ്ട് കൂടുതലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാറ് ഈ ഷോപ്പിൽ നിന്നാണ്. ഫുഡ് ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ബസർ പോലെ ഒരു സാധനം നമുക്ക് തരും. അതിൽ ലൈറ്റ് കത്തുമ്പോൾ നമ്മുടെ ഫുഡ് റെഡിയായെന്നാണ് അതിൻ്റെ അർത്ഥം. അത് കണ്ടതും നച്ചു അതെടുത്തുകൊണ്ട് ഓടുന്നത് കണ്ടില്ലേ? നല്ല വിശപ്പുണ്ട്. കണ്ടോ ആ മുഖത്തെ സന്തോഷം കണ്ടോ? ഫുഡ് കണ്ടതിൻ്റെയാണ്. ഔട്ടിങ്ങും ഷോപ്പിങ്ങും ഫുഡിങ്ങും ഒക്കെയായി ഞങ്ങളുടെ ഒരു ദിവസം അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.